നമസ്കാരം. 2025 വിടവാങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രത്യാശകളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ വർഷം ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുന്നത് നാടകീയമായ മാറ്റങ്ങളോടെയാണ്. കേരളം മുതൽ ലോകത്തിന്റെ വിവിധ കോണുകൾ വരെ വിറങ്ങലിച്ചു നിന്ന ആവേശം പകർന്ന ആ നിമിഷങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. രാജ്യ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലായിരുന്നു ഈ വർഷം. കേരളം ഈ വർഷം ഏറെ ചർച്ച ചെയ്തത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കി. ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ സ്വർണത്തിന്റെ കുറവുണ്ടായെന്ന ഹൈക്കോടതി നിരീക്ഷണം ഭക്തരെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി. കേരള തീരത്ത് MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയത് പരിസ്ഥിതിക്ക് വലിയ ആഘാതമേൽപ്പിച്ചു. കടലാഴങ്ങളിൽ കണ്ടെയ്നറുകൾ പതിച്ച് തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് തീരദേശവാസികളെ മാത്രമല്ല കേരളക്കരയെ ആകമാനം പിടിച്ചുലച്ചു. ഇന്ത്യ ഈ വർഷം ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്നു നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ 2025 ഏറ്റവും വലിയ സൈനിക നീക്കമായി മാറി. 2025 ഏപ്രിൽ 22 ഇന്ത്യൻ ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിനടുത്തുള്ള ബൈസരൻ താഴ്വരയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഒരു തദ്ദേശവാസി ഉൾപ്പെടെ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ളതും ഐക്യരാഷ്ട്രസഭ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതുമായ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു ശാഖയായ റെസിഡൻസ് ഫ്രണ്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇന്ത്യ ആ ആക്രമണത്തിന് നൽകിയ മറുപടി പാകിസ്ഥാന്റെ ശിരസിനേറ്റ വലിയ ആഘാതമായിരുന്നു. തീവ്രവാദത്തിന്റെ ചിറകിലേറ്റിയ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമാണെന്ന് ഇന്ത്യ വാദിച്ചു. പാകിസ്ഥാന്റെ തീവ്രവാദ പ്രതാപത്തിന് ഇന്ത്യൻ മണ്ണിൽ നിന്നും നൽകിയ മറുപടിയിൽ കരഞ്ഞു കാലു പിടിച്ചു പാകിസ്ഥാൻ. യുദ്ധം നിർത്തണമേ എന്ന് അപേക്ഷിച്ച പാകിസ്ഥാന് ശക്തമായ താക്കീതും നൽകി ഇന്ത്യ. വൈറ്റ് കോളർ ഭീകരവാദം കണ്ട വർഷമാണ് 2025. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ട ഡോക്ടർമാർ ഭീകര സംഘടനകളുടെ ആയുധമായി മാറി തലച്ചോർ ഭീകരന്മാരുടെ കാൽച്ചുവട്ടിൽ പ്രതിഷ്ഠിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് ചാവേർ ആക്രമണം നടത്തിയത് 2025 നവംബർ 10. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ ബോംബ് സ്ഫോടനം നടന്നു. ഈ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉമർ മുഹമ്മദ് എന്ന ഡോക്ടറാണ് ഈ ചാവേർ ആക്രമണം നടത്തിയതെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. കേന്ദ്ര സർക്കാർ ഇതിനെ ഹീനമായ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിച്ചു. മുഖ്യ സൂത്രധാരനടക്കം ആക്രമണത്തിൽ പങ്കാളികളായവരെ ഇന്ത്യൻ സൈന്യം പിടികൂടി. രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാനാപകടം നടന്നത് 2025 ജൂൺ 12 അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ വിമാനം റൺവേയിൽ നിന്ന് പറന്നുയർന്ന് 32 സെക്കൻഡ് കഴിഞ്ഞ് BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ ബ്ലോക്കിൽ ഇടിച്ചിറങ്ങി. വിമാനത്തിലുണ്ടായിരുന്ന 230 യാത്രക്കാരിലും 12 ജീവനക്കാരിലും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. കൂടാതെ 19 പേർ നിലത്ത് മരിക്കുകയും ചെയ്തു. എഞ്ചിനുകളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അപ്രതീക്ഷിതമായി കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്നാൽ അതിന്റെ കാരണം വ്യക്തമല്ല. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പ് 500 കോടിയുടെ ക്ഷേമനിധി സ്ഥാപിച്ചിട്ടുണ്ട്. 2025 ഓഗസ്റ്റിൽ രാഷ്ട്രീയമായി കത്തുകയായിരുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചും വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടെന്നുമുള്ള വോട്ട് ചോരി ആരോപണം പ്രതിപക്ഷം ഉയർത്തി. തെരുവുകളിൽ വൻ പ്രതിഷേധങ്ങൾക്കും ലാത്തിച്ചാർജുകൾക്കും ഈ മാസം സാക്ഷ്യം വഹിച്ചു.
ഭരണഘടന ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വാർത്തകളിൽ നിറയുകയും ഒരുപറ്റം ജനങ്ങൾ വോട്ട് ചോരിയെ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ തുടർന്ന് വന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം ചിത്രത്തിൽ ഇല്ലാത്ത വിധം തിരസ്കരിക്കപ്പെട്ടു. വോട്ട് ചോരി പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നും ചോർന്നുപോയി. ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് 2025 നടത്തിയത്. മനുഷ്യന്റെ സർഗാത്മകതയോടും ബുദ്ധിശക്തിയോടും സമാനമായ രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ, ചിത്രങ്ങൾ, ഓഡിയോകൾ, വീഡിയോകൾ, സോഫ്റ്റ്വെയർ കോഡുകൾ, സ്റ്റിമുലേഷൻ എന്നിവ സൃഷ്ടിക്കാൻ കഴിവുള്ള വിപ്ലവകരമായ ശക്തിയായി മാറിക്കഴിഞ്ഞു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സർക്കാർ 10,300 കോടി രൂപ AI വികസനത്തിനായി മാറ്റിവെച്ചതും ഈ വർഷം തന്നെ. ഏകദേശം 60 ലക്ഷത്തോളം പേർ ഇന്ത്യയിലെ AI ഇക്കോസിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നുമുണ്ട്. ജനറേറ്റീവ് AI പഠിക്കുന്നവരുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്തിൽ ഒന്നാമതാണ്. ഓരോ മിനിറ്റിലും 3 ഇന്ത്യക്കാർ വീതം പുതിയ ജനറേറ്റീവ് AI കോഴ്സുകളിൽ ചേരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിപ്ലവാത്മകമായ ഈ മുന്നേറ്റം ലോക ശ്രദ്ധ തന്നെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ശാസ്ത്രത്തിലും വലിയ നേട്ടം കൈവരിക്കാൻ നമുക്കായി. ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതോടെ ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ പുതിയ നാഴികക്കല്ല് പിന്നിട്ടു. 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചാണ് ശുഭാംശു ശുക്ല പരീക്ഷണങ്ങൾ നടത്തിയത്. ബഹിരാകാശ റേഡിയേഷൻ, മൈക്രോ ആൽഗ അടിസ്ഥാനമാക്കിയുള്ള ഓക്സിജൻ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി. ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഗഗൻയാൻ പോലെയുള്ള ഇന്ത്യയുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഈ അനുഭവം വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശുക്ലയുടെ ദൗത്യം ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ ഒരു തിലകക്കുറി ചാർത്തി. 2025 ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗം വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗയാൻ ദൗത്യത്തിന്റെ ആദ്യ അൺക്രൂഡ് പരീക്ഷണം 2026 തുടക്കത്തിൽ തന്നെ നടക്കും. ഇതിൽ വ്യോമിത്ര എന്ന റോബോട്ടിനെയാണ് അയക്കുന്നത്. ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി 2 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി കൂട്ടിമുട്ടിക്കുന്ന ഡോക്കിംഗ് പരീക്ഷണം ISRO പൂർത്തീകരിക്കുകയും ചെയ്തു. നാസയുമായി സഹകരിച്ചുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നു. 2025 ഡിസംബർ ആദ്യ വാരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ കടുത്ത പ്രവർത്തന പ്രതിസന്ധി നേരിട്ടു. പൈലറ്റുമാരുടെ കുറവും പുതിയ തൊഴിൽ നിയമങ്ങളും കാരണം 2000-ലധികം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത് ഇൻഡിഗോയുടെ ശൈത്യകാല ഷെഡ്യൂളിന്റെ 10 സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടു. നിലവിൽ സർവീസുകൾ സാധാരണ നിലയിലായിട്ടുണ്ടെങ്കിലും DGCA നിരീക്ഷണം തുടരുകയാണ്. മണിക്കൂറുകൾ കാത്തിരുന്ന് ക്ഷമ നശിച്ച യാത്രക്കാരിൽ പലരും വിമാനയാത്ര ഉപേക്ഷിച്ച് മറ്റ് യാത്രാമാർഗങ്ങൾ തേടുകയും ചെയ്തു. 2025 കണ്ട ഏറ്റവും വലിയ വ്യോമപാത പ്രതിസന്ധിയാണ് കഴിഞ്ഞുപോയത്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളലുണ്ടായതും ഈ വർഷം തന്നെ. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% വരെ അധിക ചുങ്കം ചുമത്തി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതും US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന നികുതിയുമാണ് കാരണമായി പറയുന്നത്. ഇത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ് മേഖലകളെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. 2025 ജൂലൈ 21 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻകർ ആരോഗ്യ കാരണങ്ങളാൽ അപ്രതീക്ഷിതമായി രാജിവെച്ചു. ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻകറെ കാണാനില്ലെന്നും വീട്ടുതടങ്കലിലാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. 2025 GST ഘടനയിൽ കേന്ദ്ര സർക്കാർ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. സാധാരണക്കാരെയും ചെറുകിട വ്യാപാരികളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുതിയ മാറ്റം. 2025 GST കൗൺസിൽ എടുത്ത ഏറ്റവും വലിയ തീരുമാനം ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ മേലുള്ള GST 18% നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതായിരുന്നു. ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി. തുടർച്ചയായ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട്
BJP 3 പതിറ്റാണ്ടിനു ശേഷം രാജ്യ തലസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചെടുത്തതും ഈ വർഷം തന്നെയായിരുന്നു. 70-ൽ 48 സീറ്റുകൾ നേടിയ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. അപ്രതീക്ഷിതമായ നീക്കങ്ങളോടെ രേഖാ ഗുപ്തയെ BJP ദേശീയ നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. ജമീമ റോഡ്രിഗസിന്റെ ചെളി പുരണ്ട ജേഴ്സി ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് അതൊരു പ്രതീകമാണ്. അല്പം വൈകിയാലും കഠിനാധ്വാനം ചെയ്യുന്നവരെ തേടി അർഹിച്ച പ്രതിഫലം എത്തുമെന്ന മഹത്തായ ഒരു സന്ദേശം. ചുറ്റുമുള്ള ലോകം എന്തെല്ലാം നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും വേട്ടയാടിയാലും കഴിവും അർപ്പണബോധവും ഉള്ളവർ ജീവിത വിജയം നേടുമെന്നും ഒരിക്കൽ സൂര്യശോഭയോടെ തിളങ്ങുമെന്നുമുള്ള വലിയ സത്യം. 2005-നും 2017-നും ശേഷം 3-ാം തവണയാണ് ഇന്ത്യൻ പെൺപട ഏകദിന ലോകകപ്പിന്റെ ഫൈനലിന് ടിക്കറ്റ് എടുക്കുന്നത്. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺ ചേസുമായാണ് ടീം ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചെത്തിയത്. ജമീമ ജെസിക്ക റോഡ്രിഗസ് എന്ന 25-കാരിയുടെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് പിറവിയെടുത്തത് ടീം ഇന്ത്യയെ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തിക്കാനായിരുന്നു എന്നിടത്താണ് അതിന്റെ മഹത്വമേറുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ലോക നെറുകയിൽ എത്തിച്ചപ്പോഴും പ്രാർത്ഥനാപൂർവം യേശുവിനെ മഹത്വപ്പെടുത്തിയ ജമീമ റോഡ്രിഗസ് പുതിയ അനുഭവവും ജനങ്ങൾക്ക് പുതിയ വാതായനം തുറന്നിടുകയുമായിരുന്നു. Firstly, I want to thank Jesus because I couldn't do this on my own. I know He carried me through today. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം തികയ്ക്കും മുൻപ് ലൈംഗിക വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടു ഈ വർഷം. നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതിയായിരുന്ന ദിലീപിനെ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കിയതും ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ നാം കണ്ടു. പുതുവർഷത്തിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി പറന്നിറങ്ങാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞു പോയതിനെ കൈകോർത്ത് പിടിക്കുകയും ചിലതെല്ലാം പഠിക്കുകയും ചെയ്താൽ വരും വർഷം സന്തോഷകരമാകും. ഏവർക്കും ആശംസിക്കുന്നു സമൃദ്ധമായൊരു പുതുവത്സരം.